ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കണ്ണപ്പ എന്ന ചിത്രത്തിൽ മോഹൻലാലിനെയും പ്രഭാസിനെയും അക്ഷയ് കുമാറിനെയും ഉൾപ്പെടുത്തിയത് ചിത്രത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനാണെന്ന് തുറന്നു പറഞ്ഞ് നടൻ വിഷ്ണു മഞ്ജു. വിഷ്ണു മഞ്ജുവിനെ നായകനാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രമാണ് കണ്ണപ്പ. വിഷ്ണു മഞ്ജുവിന്റെ പിതാവ് മോഹൻ ബാബു നിർമ്മിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലും പ്രഭാസും അക്ഷയ് കുമാറും കാജൽ അഗ്രവാളും അതിഥി വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് പുറമെ വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. മോഹൻലാലും പ്രഭാസും ₹1 പോലും വാങ്ങാതെയാണ് ചിത്രത്തിൽ അഭിനയിച്ചതെന്ന് വിഷ്ണു മഞ്ജു പറയുന്നു. വിഷ്ണു മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്നു കാണുന്ന കണ്ണപ്പ നിർമ്മിക്കാൻ എന്നെ 2 പേർ വളരെയധികം സഹായിച്ചു, മോഹൻലാലും പ്രഭാസും. മോഹൻലാൽ അത്രയും വലിയ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിന് എന്റെ ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ എന്റെ അച്ഛനോടുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പേരിൽ ആ വേഷം ചെയ്യാൻ 1 മിനിറ്റിൽ തന്നെ അദ്ദേഹം സമ്മതം അറിയിച്ചു. പ്രഭാസ് എന്റെ സുഹൃത്താണ്. ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ താരമാണ് അദ്ദേഹവും. അദ്ദേഹത്തിനും ഈ വേഷം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ചിത്രത്തിൽ കൂടുതൽ റീച്ച് കിട്ടാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമെന്ന് ഞാൻ തുറന്നു സമ്മതിച്ചപ്പോൾ ചിത്രത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം തയ്യാറായി. എന്താണ് വേഷമെന്ന് പോലും അദ്ദേഹം അന്വേഷിച്ചില്ല. മോഹൻലാലും പ്രഭാസും ₹1 പോലും ചിത്രത്തിന് പ്രതിഫലമായി വാങ്ങിയിട്ടില്ല. ഓരോ തവണയും പ്രതിഫലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതിഫലം തരാൻ മാത്രം നീ വലിയ ആളായി മാറിയോ എന്ന് ചോദിക്കും. നീ എനിക്ക് ചുറ്റുമാണ് വളർന്നത്. എന്റെ അഭിനയത്തിന് പ്രതിഫലം തരാൻ മാത്രം ധൈര്യമോ എന്നായിരുന്നു മോഹൻലാലിന്റെ ചോദ്യം. എന്നെ കൊല്ലുമെന്നായിരുന്നു പ്രഭാസിന്റെ പ്രതികരണം. അക്ഷയ് കുമാർ അദ്ദേഹത്തിന്റെ സാധാരണ പ്രതിഫലത്തേക്കാൾ കുറവാണ് കണ്ണപ്പ എന്ന ചിത്രത്തിനായി വാങ്ങിയത്. അദ്ദേഹത്തിന് പ്രതിഫലം കുറയ്ക്കേണ്ട ഏതൊരു കാര്യവുമില്ല. അദ്ദേഹം എന്റെ സുഹൃത്ത് പോലുമല്ല. ചിത്രം തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിന് എന്നെ അറിയുക പോലുമില്ല. മോഹൻലാൽ പ്രതിഫലം മാത്രമല്ല യാത്രാ ചിലവ് പോലും വാങ്ങിയില്ല എന്നാണ് വിഷ്ണു മഞ്ജു വെളിപ്പെടുത്തിയത്. മോഹൻലാൽ സാർ എന്നെ വിളിച്ചു. വിഷ്ണു, ഞാൻ എപ്പോഴാണ് ന്യൂസിലാൻഡിലേക്ക് വരേണ്ടത് എന്ന് ചോദിക്കും. ടിക്കറ്റ് സ്വയം ബുക്ക് ചെയ്തോളാമെന്നും അദ്ദേഹത്തിനും സ്റ്റാഫിനും താമസ സൗകര്യം ഒരുക്കിയാൽ മാത്രം മതി എന്നും പറഞ്ഞു. വിഷ്ണു മഞ്ജു പറഞ്ഞു നിർത്തി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.